എല്ലാവരും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ സ്നേഹം പോലത്തെ ഒരു സ്നേഹമില്ല. നമ്മളെ തേടിയെത്തിയ സ്നേഹമാണ്. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മളെ തേടിയെത്തി നമ്മളെ വീണ്ടെടുത്തു. ഇന്ന് നമുക്കൊരു പുതിയ ജീവൻ തന്നിരിക്കുന്നു അല്ലെ. നമ്മൾ ഇനി മണ്ണിലേക്ക് തിരിച്ചു പോകത്തില്ല. നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും പക്ഷേ നമ്മുടെ ആത്മാവ് അല്ലെ, സ്പിരിറ്റ്, അതിന്റെ ജീവൻ, നമ്മുടെ ജീവിതം എന്താ പറയുക, കണ്ടിന്യൂ ചെയ്തോടെ തുടർന്നുകൊണ്ടേയിരിക്കും. യേശുവിലായിരിക്കുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞു. അല്ലാത്തവര് നരകത്തിലായി പോവുക തന്നെ ചെയ്യും അല്ലെ. അപ്പോൾ നമുക്കറിയാം ദൈവത്തെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല അല്ലെ. അപ്പോൾ ഈ ഭൂമിയെയും അതിലുള്ള കാര്യങ്ങളെയൊക്കെ സൃഷ്ടിച്ചപ്പം ദൈവം അങ്ങനെയാകട്ടെ എന്ന് പറയുമ്പോൾ അല്ലെ, ലെറ്റ് ഇറ്റ് ബി എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള ദൈവം എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അല്ലെ, നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഈ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്? യേശുവിനൊരു വാക്ക് പറഞ്ഞ പോരായിരുന്നു അല്ലെ. ഞാൻ ഇവരോട് അങ്ങ് ക്ഷമിക്കുക എന്നൊരു വാക്കങ്ങ് പറഞ്ഞ പോരായിരുന്നു അല്ലെ. ദൈവം ക്ഷമിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ പാവത്തിന് മോചനം ഉണ്ടാകുന്നത് അല്ലെ. എന്താണ് മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വരികയും ഇത്രയധികം അനുഭവിക്കുകയും ചെയ്ത് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചെയ്തത്? യേശു ഒരുപാട് അനുഭവിച്ചു അല്ലെ. ക്രോസ് ഓഫ് കാൽവറിയിൽ വെച്ച് തന്നെയല്ല, ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും എല്ലാവരാലും കളിയാക്കപ്പെടുകയും അല്ലെ, മുഖത്ത് അടിക്കപ്പെടുകയും മുഖത്ത് തുപ്പപ്പെടുകയും ഒക്കെ ചെയ്ത ഒരവസ്ഥയിൽ കൂടെ യേശു കടന്നുപോയി. എന്തിനായിരുന്നു അതെല്ലാം അല്ലെ. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ദൈവത്തിന് ഇങ്ങനെ പറഞ്ഞ പോലെ, ദൈവത്തിന്റെ ഒരിക്കൽ പോലും കെട്ടുപോകാത്ത സ്നേഹം നമ്മളോട് അല്ലെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ പോലെ എന്തിനാണ് പുത്രനെ ലോകത്തിലേക്ക് വിട്ടത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കുക. കർത്താവെ, സമയത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവെ. ഓ താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ഹോളി നെയിം മൈ ഡിയർ ഫാദർ. അങ്ങയുടെ സ്നേഹം പോലെ ഒരു സ്നേഹമില്ല കർത്താവ് ലോർഡ് ഫാദർ. അങ്ങയുടെ നാം ഒരു ഫോർട്രസ് കർത്താവ് ലോർഡ് ഫാദർ, ഒരു കോട്ടയെ കർത്താവ്. ഞങ്ങൾ അതിലേക്ക് ഓടി ഒളിക്കുന്നു കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങൾക്ക് എതിരായിട്ട് വരുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല, കാരണം ഞങ്ങൾ അങ്ങയിലായിരിക്കും യേശുവേ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. കോഴി തന്റെ കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ സൂക്ഷിക്കുന്ന പോലെ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ്. ഒരാപത്തും വരാതെ, ഒരു അനർത്ഥത്തിലും ചെന്നപ്പെടാതെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യുവർ ഹോളി നെയിം മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ സ്നേഹം പോലും സ്നേഹമില്ല. നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കുന്ന അപേക്ഷിക്കുക. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങാണ് ഞങ്ങളുടെ ടീച്ചർ. ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിന് പിതാവേ, അങ്ങേക്കായിട്ട് അങ്ങനെ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിന് ആമേൻ. അപ്പൊ നമുക്ക് എബ്രായർക്ക് ലേഖനത്തില് പോകും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തില് എന്താ, എബ്രായർക്ക് ലേഖനത്തിന്റെ അതിന്റെ ഓതർ പോളാന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പലർക്കും പല അഭിപ്രായമുള്ളത്. പക്ഷെ അതിന്റെ എഴുതുന്ന ആ ഒരു സ്റ്റൈലും അതിന്റെ ഒരു അറിവ്, എഴുതിയ ആളിന്റെ ഒരു അറിവ് അല്ലെ, ലോയിനെ പറ്റി, ന്യായപ്രമാണത്തെ പറ്റിയും അതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു അറിവൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ എഴുതിയ കാര്യമല്ല. അതിൽ വളരെയധികം വിജ്ഞാനമുള്ള ഒരു വ്യക്തി എഴുതിയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ നമുക്കറിയാം പോള് വളരെയധികം വിജ്ഞാനമുള്ള ഒരാളായിരുന്നു. ഫാരിസി ആയിരുന്നു അല്ലെ. അപ്പോൾ പരീശനായിരുന്നു പോൾ. അപ്പൊ പോള് തന്നെ എഴുതിയതെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ 9ാം ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 1 തൊട്ട് 15 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. അപ്പൊ ഹൈ പ്രീസ്റ്റ് അല്ലെ, ആരോന്റെ കുടുംബത്തിൽ അഹരോന്റെ കുടുംബത്തിൽ പെടുന്ന ഹൈ പ്രീസ്റ്റുകളെ പറ്റിയും പിന്നെ അതിനേക്കാളുമെല്ലാം അവരുടെ പുരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠമാണ് യേശുവിന്റെ പുരോഹിത്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 1 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എന്നാൽ ആദ്യ നിയമത്തിലും ആരാധനയെക്കുറിച്ചുള്ള ചട്ടങ്ങളും ലൗകികമായി വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കു, മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ ചെറുബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിക്കാൻ കഴിയില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. 2-ാം
രണ്ടാമത്തേലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെ അല്ല. അത് അവൻ തന്റെയും ജനത്തിന്റെ അബദ്ധങ്ങൾക്കു വേണ്ടി അർപ്പിക്കും. മുൾക്കൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗവും അർപ്പിച്ചു പോന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരിക്കുന്ന ജഡിക നിയമങ്ങളത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്നു വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആറ്റുകൊറ്റന്മാരുടെയോ പശു കിടാങ്ങളുടെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക വിശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിന്റെ ജഡം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം പരിശുദ്ധീകരിക്കും. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. നമ്മുടെ ദൈവം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. സ്വന്തം രക്തം കൊടുത്തിട്ട് സ്വന്തം മരണം വഴിയാണ് യേശുക്രിസ്തു ആ മധ്യസ്ഥ സ്ഥാനം സ്ഥിരീകരിച്ചിരിക്കുന്നത്, അല്ലെ? ആദ്യത്തെ നിയമം നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതാണെങ്കിൽ യേശു വന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തന്നെയല്ലേ, ലോകത്തിനു വേണ്ടി മൊത്തമാണ്. കാരണം അവൻ സൃഷ്ടിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളെ മാത്രമല്ല, ജൂതന്മാരെ മാത്രമല്ല, അവനിഷ്ടം ജൂതന്മാരോട് മാത്രമല്ല, സകല സൃഷ്ടിയെയും വളരെയധികം സ്നേഹിക്കുന്ന ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ഒരു പറ്റം ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചു കൂട്ടുന്നതിന് വേണ്ടിയല്ല, പക്ഷേ ദൈവത്തിന്റെ മക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി. ക്രോസ് ഓഫ് കാൽവറി ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ച സ്ഥലമല്ല, പകരം യേശുവിനെ സ്നേഹിക്കുന്നവരെ, അല്ലെ, യേശുവിന് വേണ്ടി ജീവൻ കളയാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവരെ ഒരു കൂട്ടം ആൾക്കാർ, അല്ലെ, ദൈവത്തിന്റെ തന്റെ ഇമേജിൽ സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് ക്രോസ് ഓഫ് കാൽവറിയിൽ, അല്ലെ. അപ്പോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ടാബർനാക്കിളിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നു, അല്ലെ. ടാബർനാക്കിൾ അതിന് എന്താ പറയാ, സമാഗമന കൂടാരം, അല്ലെ, എന്താ പറയുക, വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കൂടാരം, അല്ലെ, ആ കൂടാരത്തിന് നമുക്കറിയാം 3 പാർട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് നടക്കുന്ന ആ സ്ഥലം, അത് ഔട്ടർ കോർട്ട്, അല്ലെ. അവിടെയാണ് സാക്രിഫൈസ്, ബലികളെല്ലാം, യാഗങ്ങളെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ വരുന്ന ഭാഗത്തിന്റെ പേരാണ് ഹോളി എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഉള്ളിൽ വരുന്ന സ്ഥലമാണ് ഹോളി ഓഫ് ഹോളീസ്. അപ്പൊ അത് കാണിക്കുക തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പറ്റിയാ കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹോളി ഓഫ് ഹോളീസിൽ, അല്ലെ, ഏറ്റവും എന്താ പറയുക, വിശുദ്ധ സ്ഥലം, അല്ലെ, ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലം, അല്ലെ, അവിടെയാണ് ദൈവം വസിക്കുന്നത്, അല്ലെ. വസിക്കുന്നല്ല, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ദൈവത്തിന് അവിടെ വസിക്കാൻ പറ്റത്തില്ല. ഭൂമിയെ ആകാശം സൃഷ്ടിച്ച ദൈവത്തിന് ആ ഒരു കൂടാരത്തിന്റെ അതിന്റെ ഉൾത്തളത്തിൽ വന്ന് താമസിക്കാൻ പറ്റത്തില്ലല്ലോ, വസിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലം, അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം ദൈവം തന്നെ എന്താ പറയാ, തന്റെ ഇഷ്ടം പ്രകാരം തന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന സ്ഥലം, അല്ലെ. അപ്പൊ നമുക്കറിയാം അത് കാണിക്കുന്നത് നമ്മളെയാണ്, കൂടാരം കാണിക്കുന്നത് നമ്മളെയാണ്. ഇന്ന് നമുക്കറിയാം നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു പ്രാണനുണ്ട്, അല്ലെ. നമ്മൾക്ക് ഒരു ബോഡി ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡി കാണിക്കുന്നത് ഔട്ടർ കോർട്ടിനെയാണ്, അല്ലെ. നമ്മളുടെ സാക്രിഫൈസുകളൊക്കെ നടത്തിയിരുന്നത് ഔട്ടർ കോർട്ടിലാണ്, ഏറ്റവും അവസാനമായിട്ട് വരുന്ന ആ സ്ഥലത്താണല്ലോ. അപ്പൊ ആൾക്കാരുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്ന സ്ഥലത്ത്. അപ്പൊ അതാണ് നമ്മുടെ ബോഡി കാണിക്കുന്നത്, അല്ലെ. നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലം, മഹാവിശുദ്ധമായിട്ടുള്ള ഏറ്റവും അധികം അതിവിശുദ്ധമായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സ്പിരിറ്റ്. ഹോളി ഗോഡിന്റെ ആലയങ്ങളാണ് നമ്മള്. ടാബർനാക്കിൾ എന്ന് പറയുമ്പോൾ ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സ്പിരിറ്റിന്റെ ഉള്ളിലാണ്, അല്ലെ. നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ സ്പിരിറ്റ് നമുക്ക് കാണാൻ പറ്റില്ല, ബോഡി കാണുന്നതൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കറിയാം അതാണ് നമ്മൾ, അല്ലെ. അങ്ങനെയാകുമ്പോൾ
നമുക്കറിയാം യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ. മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്, അഹരോന്റെ എന്താ പറയുക പ്രീസ്റ്റ്ഹുഡ് വഴി പൗരോഹിത്യം വഴി ആകെപ്പാടെ പ്രയോജനം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന് മാത്രമാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം വഴി എന്താ പറയണേ, അത് പ്രയോജനപ്പെട്ടിരിക്കുന്ന മാനവരാശിക്ക് മൊത്തമാണ് അല്ലെ. മാനവരാശിക്ക് വേണ്ടി ആണ് ദൈവം വന്നിരിക്കുന്നത്, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയണം അഹരോന്റെ പൗരോഹിത്യത്തെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് യേശുക്രിസ്തു അല്ലെ. അപ്പോ അഹരോനു മോസസ് ദൈവം കാണിച്ചു കൊടുത്ത സൃഷ്ടിച്ചിരിക്കുന്ന ആ കൂടാരം അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് സ്വർഗത്തിലെ കൂടാരം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ദൈവം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു അല്ലെ. നമുക്കറിയാം ഇവിടെ അഹരോൻ അല്ലെങ്കിൽ അഹരോന്റെ മക്കള് അല്ലെ, ഹൈപ്രീസ്റ്റ് ആയിട്ട് വരുന്നവര് രക്തം കൊണ്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഇന്നർ മോസ്റ്റ് എന്താ പറയാ അതിവിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് ചെന്നെന്ന് പറഞ്ഞിട്ടൊന്നും മനുഷ്യരുടെ പാപങ്ങൾക്ക് അതൊരു പരിഹാരമായിരുന്നില്ല. റോമക്കഴുത്ത് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 20-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, അത് സാക്രിഫൈസ് അല്ല, നിയമങ്ങള് കാണിച്ചിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറിവ് കൊടുക്കും, പരിജ്ഞാനം കൊടുക്കുക മാത്രം, പാപത്തെ പറ്റിയുള്ള പരിജ്ഞാനം കൊടുക്കുക മാത്രം ചെയ്യുന്നത്. അതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്ന ഒരാൾ പോലും രക്ഷിക്കപ്പെടത്തില്ല, ഒരാൾക്ക് പോലും എന്താ പറയുക ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകത്തില്ല അല്ലെ. ദൈവം അവരെ കാണിച്ചു കൊടുക്കുക മാത്രം ചെയ്തിട്ട് നമുക്കൊരു പാപം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക മാത്രം ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് വന്നിട്ട് ഹൈപ്രീസ്റ്റ് ആയിട്ട് അല്ലെ, ഒരുപാട് പാപങ്ങൾ എല്ലാം തന്റെ തലയിലാക്കി അല്ലെ, സകല മനുഷ്യരുടെ പാപങ്ങൾ യേശുവിന്റെ തലയിലായിരുന്നു. അപ്പൊ അതെല്ലാം സഹിച്ചുകൊണ്ട് ക്രോസ് ഓഫ് കാൽവരി മരിച്ചത് എന്തിനാണ് അല്ലെ. ദൈവം യേശുക്രിസ്തു സ്വർഗത്തിന്റെ എന്താ പറയുക കൂടാരത്തിന്റെ അല്ലെങ്കിൽ സാങ്ച്വറിന്റെ ഹൈപ്രീസ്റ്റ് ആണെങ്കിൽ അവിടെ ഹൈപ്രീസ്റ്റ് ആയിട്ട് ഇരുന്ന പോലെ പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ലോകത്തിലേക്ക് വന്ന് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അങ്ങനെ അല്ലെ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അല്ലെ വന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഉത്തരം എന്ന് വെച്ചാൽ രക്തം കൊണ്ടല്ലാതെ വീണ്ടെടുപ്പില്ല, രക്തം ഷെഡ് ചെയ്യാതെ വീണ്ടെടുപ്പില്ല അല്ലെ. അപ്പൊ അതിനുവേണ്ടി അപ്പൊ നമുക്കറിയാം 49-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ ആത്മാവിന്റെ വില എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അല്ലെ. അത് ഈസി ആയിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് അത്രയധികം വിലയുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒന്ന് വിചാരിച്ചു നോക്ക്, എന്താ പറഞ്ഞാല് ദൈവം എന്താ പറയുക, അതിനു മുമ്പായിട്ട് ഞാൻ കാര്യം പറയട്ടെ, പാപം ചെയ്ത് മനുഷ്യനാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെ ഒക്കെ രക്തത്തിന് നമ്മളെ വീണ്ടെടുക്കാൻ സാധിക്കാതിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് പാപം ചെയ്തത് മനുഷ്യനാണ് അല്ലെ. അപ്പം മനുഷ്യന്റെ സ്ഥാനത്ത് മനുഷ്യൻ തന്നെ മരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താ പറയുക വീണ്ടെടുപ്പുള്ളൂ. അല്ല കാളയൊന്നും പോത്തൊന്നും മരിച്ചുകൊണ്ട് വീണ്ടെടുപ്പ് അതുവരെ രക്തം മതിയാവുക നമ്മുടെ ആത്മാവിനെ വിടുവിക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പോ മനുഷ്യന്റെ സ്ഥലത്ത് മനുഷ്യൻ തന്നെ മരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് വീണ്ടെടുപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആത്മാവിന് വളരെയധികം വിലയാണെന്ന് അല്ലെ ദൈവം പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തെ മൊത്തം കിട്ടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് പ്രയോജനം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തെ മൊത്തം കിട്ടുന്നതിനേക്കാളും വിലയാണ് ഒരു വ്യക്തിയുടെ ആത്മാവിന്. അപ്പൊ ചോദിക്കാം, ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം മരിച്ചാൽ പോരല്ലോ, ഇപ്പൊ യേശുക്രിസ്തു തന്നെ എന്തിനാണ് മരിക്കുന്നത്. അപ്പൊ അത് ഒന്ന് വിചാരിച്ചു നോക്ക്. നമുക്കറിയാം നമ്മൾക്കൊരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെ, അപ്പൊ അതിന്റെ അത് പോട്ടെ, എലോൺ മസ്കിന്റെ കാര്യം എടുക്കുക. എലോൺ മസ്ക് ട്വിറ്റർ എന്നുള്ള കമ്പനി വാങ്ങിച്ചു അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെ, 1-2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത് വാങ്ങിച്ച ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം പണമുള്ള ഒരു വ്യക്തിയാണ്, വളരെയധികം പണക്കാരനായിട്ടുള്ള സ്വത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ട്വിറ്റർ എന്നൊരു കമ്പനിയെ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു അല്ലെ. അപ്പൊ ആ കമ്പനിയെ വാങ്ങിച്ചതിന് ശേഷം ചിലരൊക്കെ പറഞ്ഞു ലോൺ എടുത്ത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ലോൺ എടുക്കുമ്പോഴൊക്കെ തന്റെ ആസ്തി കാണിക്കാതെ ആരും ലോൺ വെറുതെ തരത്തൊന്നുമില്ലല്ലോ, ഒരു ബാങ്കും തരത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ എലോൺ മസ്ക് അത്രയ്ക്ക് നല്ലൊരു ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, എലോൺ മസ്കിന് അത്രയും മണി ഉള്ളത് കൊണ്ടാണ് അത് ട്വിറ്റർ എന്നുള്ള കമ്പനിനെ വാങ്ങിക്കാൻ പറ്റുന്നത് അല്ലെ. അത്രയധികം മണി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് സ്പേസ് എക്സും അതുപോലത്തെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. പക്ഷെ ഒന്ന് വിചാരിച്ചു, അദ്ദേഹത്തിന്റെ കയ്യില് ട്വിറ്റർ വാങ്ങിക്കാൻ
മാത്രമുള്ള മണിയുള്ളെങ്കിൽ, അത്രയ്ക്കുള്ള മണി മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളെങ്കിൽ, അത് ട്വിറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പാപ്പരായി പോവെങ്കിൽ അദ്ദേഹം ആ ട്വിറ്റർ വാങ്ങിക്കാൻ പോകത്തില്ല. കാരണം തന്റെ കയ്യിലുള്ള മണി മതിയാകുന്നതല്ല, അല്ലെ? അപ്പൊ അത്ര ഒരു ആത്മാവിന്റെ വില, ഇപ്പൊ എന്റെ ആത്മാവിന്റെ വില നിങ്ങളുടെ ആത്മാവിന്റെ വില ഒരുപോലെയാണെങ്കിൽ, ഞാൻ എന്റെ ആത്മാവ് തന്നു നിങ്ങളുടെ ആത്മാവിന് വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ എന്റെ ആത്മാവിന് നഷ്ടപ്പെട്ടു പോകത്തില്ല, എനിക്കത് വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല. കാരണം എനിക്ക് അത് കൊടുക്കാനുള്ള മണി എന്റെ കയ്യിൽ ഇല്ലല്ലോ. എനിക്ക് എന്റെ ഈ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള അത് മൂല്യം എനിക്കില്ലല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ ഞാനതാ പറഞ്ഞ, നേരത്തെ ട്വിറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, എലോൺ മസ്കിന് ട്വിറ്റർ വാങ്ങിക്കാൻ പണം ഉള്ളതുകൊണ്ടാണ് വാങ്ങിക്കാൻ പറ്റിയത്. ട്വിറ്റർ വാങ്ങിക്കാനുള്ള പണം മാത്രം ഉള്ളെങ്കിൽ അദ്ദേഹം വാങ്ങിക്കാൻ പോകത്തില്ല. കാരണം അദ്ദേഹം പാപ്പരായപ്പോ ട്വിറ്റർ വാങ്ങിക്കാനുള്ള പണം ഇല്ലെങ്കിൽ, നമ്മളെ പോലെ സാധാരണക്കാരായ വ്യക്തിയാണ്, അദ്ദേഹം അത് വാങ്ങിക്കാനും പോകുന്നില്ല. അപ്പൊ എന്താ പറയാ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനിയെക്കാളും ഭയങ്കര ഒരു ആളാണ് എലോൺ മസ്ക് എന്ന് ചുരുക്കം, അല്ലെ? അതിനേക്കാളും വലിയൊരു പണമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെയോ ആട്ടുകൊറ്റന്മാരുടെയോ രക്തം കൊണ്ട് സാധിക്കത്തില്ല. അതിനേക്കാളും ഒട്ടൊക്കെ മഹത്തരമായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അങ്ങനെ ഒരു തരമായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്, ദൈവം മാത്രമാണ്, അല്ലെ? ദൈവം മാത്രമാണ്. അപ്പൊ ദൈവത്തിന്റെ രക്തം കൊണ്ട് കാര്യമില്ല. മനുഷ്യൻ പാപം ചെയ്തെങ്കിൽ മനുഷ്യന്റെ രക്തമാണ് അതിനുവേണ്ടി ചിന്തണ്ട്. മനുഷ്യനാണ് മരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ മനുഷ്യന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നമ്മൾക്ക് വേണ്ടി ഒരു ഹൈ പ്രീസ്റ്റ് ആവുന്നതിന് വേണ്ടി, നമ്മളുടെ എന്താ പറയാ ടെംപ്ടേഷൻ ഒക്കെ സഫർ ചെയ്തവരാണെങ്കിൽ അങ്ങനെ ടെംപ്ടേഷനിൽ കൂടെ കടന്നു പോകുന്നതിന് വേണ്ടി, അപ്പൊ നമ്മൾക്ക് വേണ്ടി ഉള്ള ഒരു വിശ്വസ്തനായിട്ടുള്ള മേഴ്സിഫുൾ ആയിട്ടുള്ള ഹൈ പ്രീസ്റ്റ് ആവുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ പറഞ്ഞത് ആത്മാവിന്റെ പ്രാണന്റെ കാര്യം മാത്രമാണ്. ഇപ്പൊ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റിയാണ്. അപ്പൊ നമ്മൾ പാപം ചെയ്ത സമയത്ത്, നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ വന്നു പോയത്, അല്ലെ? അപ്പൊ പാപം ചെയ്ത സമയത്ത് നമ്മുടെ ആത്മാവ് ഇപ്പൊ അതിനു മുമ്പ് പറയട്ടെ, പ്രാണന്റെ കാര്യം പെട്ടു. പ്രാണൻ എന്ന് പറഞ്ഞ സോള്. അപ്പൊ സോളാണ് നമ്മുടെ ഐഡന്റിറ്റി. നമ്മൾ പാപം ചെയ്തപ്പോ നമ്മുടെ സോള് അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ അത് പാപത്തിന്റെയും മരണത്തിന്റെയും അടിമയായി പോയിരുന്നു, അല്ലെ? അപ്പൊ നമ്മളുടെ ഐഡന്റിറ്റി എന്നുള്ള ഒരു വ്യക്തി, ഓരോ വ്യക്തിക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. ഓരോ വ്യക്തികളും യുണീക്ക് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവരുടെ ആ യുണീക്നെസ് നമ്മുടെ സോളിന്റെ അകത്താണ്. അവർക്ക് പ്രാണനാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെ? പ്രാണൻ, ഓരോ വ്യക്തികളും പ്രാണൻ പാപം ചെയ്തപ്പോ അത് അടിമയായി പോയിരുന്നു, മരണത്തിന്റെ പാപത്തിന്റെ അടിമയായി പോയിരുന്നു. അപ്പൊ അവത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് രക്തം വേണമെന്ന്. രക്തം കൊണ്ടല്ലാതെ, എബ്രായ ലേഖനത്തിലുണ്ട് 9ാമത്തെ ചാപ്റ്ററിന്റെ 22ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, രക്തം ശരിയല്ലാതെ റിഡംഷൻ ഇല്ല. അപ്പൊ നമ്മുടെ എന്താ പറയുക, പ്രാണനെ വീണ്ടെടുക്കണമെങ്കിൽ രക്തം കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ആ രക്തം ആരുടെയൊക്കെ ഒരു മനുഷ്യന്റെ തന്നെ രക്തമായിരിക്കണം. അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രക്തമായിരിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് യേശു വന്നിരിക്കുന്നതിന്റെ ഒരു കാര്യം. ഇനി വിചാരിച്ചു നോക്കുക, നമുക്ക് പ്രാണൻ മാത്രമല്ല, നമുക്ക് ആത്മാവുമുണ്ട്, അല്ലെ? ആത്മാവ് എന്നുള്ളതാണ് ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഭാഗം. ദൈവം ഇപ്പം നമ്മുടെ ആത്മാവ്, യേശുവിന്റെ രക്ഷണം സ്വീകരിച്ചിരിക്കുന്നവരുടെ ആത്മാവിനാണ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു പറയുമ്പോൾ വസിക്കുന്നത്. ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഭാഗമാണ് ആത്മാവ്, അല്ലെ? അപ്പോ നമ്മുടെ പാപം നിമിത്തം നമ്മളുടെ പ്രാണൻ മരണത്തിന്റെയും മരണത്തിന്റെ പിടിയിലായി കഴിഞ്ഞപ്പോഴേക്ക് നമ്മളുടെ ആത്മാവ് നശിച്ചു പോയിരുന്നു, ആത്മാവ് മരിച്ചു പോയിരുന്നു, അല്ലെ? അപ്പൊ ആത്മാവ് മരിച്ചുപോയ ഇനി ദൈവമായിട്ട് നമുക്ക് ബന്ധം വേണമെങ്കിൽ നമ്മുടെ പ്രാണനെ മാത്രം വീണ്ടെടുത്തോണ്ട് കാര്യമില്ല, നമ്മുടെ ആത്മാവിന് ജീവനും കൊടുക്കണം, അല്ലെ? അപ്പൊ രണ്ട് കാര്യം സാധിക്കാം. ആത്മാവിന് വേണമെങ്കിൽ ആത്മാവിന് റിസറക്ഷൻ കൊടുക്കാൻ പറ്റും, അല്ലെ? അതിനെ തന്നെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ പുതിയൊരു ആത്മാവ്, ഒരു ബ്രാൻഡ് ന്യൂ ആത്മാവിനെ നമ്മൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും, അല്ലെ? നമ്മൾക്ക് സൃഷ്ടിക്കാൻ, നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കാൻ ദൈവത്തിന് സാധിക്കും. അപ്പൊ ഒരു ബ്രാൻഡ് ന്യൂ ആത്മാവിനെ സൃഷ്ടിച്ചെടുക്കാനാണ് ദൈവം താല്പര്യപ്പെട്ടത്. അപ്പൊ ഒന്ന് സൃഷ്ടിയെ പറ്റി ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ, നമുക്കറിയാം കൊളോസ്യ ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 16ാമത്തെ വാക്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്, എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാതിരിക്കുന്നത് സകലത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് യേശു മുഖാന്തരം, യേശുവിന് വേണ്ടിയുമാണ്. ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ബൈ ജീസസ് ക്രൈസ്റ്റ്, ഫോർ ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ കൊളോസ്യ ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്റർ 16ാമത്തെ വാക്കിൽ എഴുതിയിരിക്കുന്നത്, അവന് വേണ്ടി അവനാൽ അവൻ വഴിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സകലം സൃഷ്ടി നടക്കുന്ന അവൻ വഴിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
പിന്നെ നമുക്കറിയാം റെവലേഷന്റെ അകത്തോട്ട് വെളിപാട് പുസ്തകത്തിന്റെ അകത്തേക്ക് പോകുമ്പോൾ 13ാമത്തെ ചാപ്റ്ററിന്റെ 8ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ, ഭൂമിയുടെ അല്ലെ ലോകത്തിന്റെ ആരംഭം തൊട്ടേ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, the lamb that was slain from the foundation of the world എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞ എന്ത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം എന്താ പറയുക സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവൻ വഴിയെന്ന് പറയുമ്പോൾ അന്ന് ആ അറുക്കപ്പെട്ടപ്പോഴാണ് നമ്മളെ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്. അവൻ വഴി, അവന്റെ രക്തം വഴിയാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ രക്തമാണ് എന്താ പറയുക, യേശുക്രിസ്തു വചനമാണ് അല്ലെ, ആ വചനം വഴിയാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ പീറ്റർ പറഞ്ഞിരിക്കുന്നത് അല്ലെ, എന്താ പറയുക, നമ്മളെ സൃഷ്ടിക്കപ്പെട്ട് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഇംപെരിഷബിൾ ദൈവത്തിന്റെ സീഡ് കൊണ്ടാണ്. വചനം എന്ന് പറയുമ്പോൾ ദൈവം യേശുക്രിസ്തു വഴിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കൊളോസ്യയിൽ എഴുതി വെച്ചിരിക്കുക. അപ്പൊ അതിനുവേണ്ടി അവനെ ബലി കൊടുത്തേ പറ്റത്തുള്ളൂ. അതാ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പേ അവൻ ബലി കൊടുത്തതായിരുന്നു. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, സകലം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവൻ ബലിയാക്കപ്പെട്ടവനായിരുന്നു അല്ലെ. അവന്റെ ബലി കൊണ്ടാണ് നമ്മളെ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ക്രോസ് ഓഫ് കാൽവരിയിൽ യേശു ജനിച്ചപ്പോ ശരിക്കും എന്താ സ്പിരിച്വൽ ലെംസിൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ എന്താ പറയുക നടന്നപ്പോൾ തന്നെ സൃഷ്ടി അല്ലെ, സൃഷ്ടിയാണ് നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പേ അവൻ ബലിയാക്കപ്പെട്ടെന്ന് വരുമ്പോ അന്ന് സൃഷ്ടി നടന്ന പോലെ തന്നെ യേശുക്രിസ്തുവിനെ ബലി കൊടുത്തപ്പോ ആ നിമിഷം നമ്മള് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ആ ഒരു നിമിഷം, നമ്മളെ അവനെ സ്വീകരിക്കുന്ന ആ നിമിഷം എന്ത് പറയാ, നമ്മുടെ ആത്മാവിനെ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നു. ആത്മാവ് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു. എങ്ങനെയാണ് ആത്മാവ് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു? ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ് സൃഷ്ടിക്കുന്നത്. 104ാമത്തെ സങ്കീർത്തനത്തിന്റെ 30ാമത്തെയോ 33ാമത്തെയോ വാക്കില്, ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എനിക്കൊന്ന് 30ാമത്തെ വാക്കാന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, എന്താ പറയാ, ദൈവത്തിന്റെ സ്പിരിറ്റിനെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ സെൻഡ് ചെയ്തിട്ട് ആ ഹോളി സ്പിരിറ്റ് ഗോഡാണ് പുതുതായിട്ട് സൃഷ്ടി ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ്. യേശുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ സൃഷ്ടി ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡ്. നമുക്കറിയാം ആദ്യത്തെ ക്രിയേഷൻ ടൈമില് എന്താ ജനസിന്റെ 1ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭൂമി വോയിഡ് ആയിരുന്നു, ഫോംലെസ് ആയിരുന്നു, ഡാർക്ക്നെസ് ആയിരുന്നു, അതിന്റെ മുകളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഇങ്ങനെ ഹവർ ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ദൈവം സൃഷ്ടിക്കട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡാണ്. അപ്പൊ ദൈവം തന്റെ ആത്മാവിനെ വിട്ടിട്ട് നമ്മള് യേശുവിനെ വിശ്വസിക്കുന്ന ആ നിമിഷത്തില് അല്ലെ, ഈ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ സൃഷ്ടിക്കുക ചെയ്യും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് അല്ലെ സ്പിരിറ്റിനെ സൃഷ്ടിക്കുക ചെയ്തത് വെച്ചാൽ സ്പിരിറ്റ് അടുത്ത സ്പിരിറ്റ് ജന്മം നൽകുമല്ലോ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്പിരിറ്റിനെ മരിച്ചുപോയിരുന്ന ചത്തുപോയ സ്പിരിറ്റ് മാറ്റിട്ട് പുതിയ സ്പിരിറ്റ് നമുക്ക് എന്താ പറയണേ അതിനെ സൃഷ്ടിക്കുക തന്നെ ചെയ്ത്. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വരാതെ ക്രോസ് ഓഫ് കാൽവറിയിൽ മരിക്കാതെ അത് നടക്കത്തില്ല അല്ലെ. ദൈവം സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞ് അതുപോലെ അത് മനുഷ്യര് എല്ലാ കാര്യങ്ങളും എന്താ പറയുക, അത് എക്സിസ്റ്റൻസിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് എക്സിസ്റ്റൻസിലേക്ക് വരണം. നമ്മുടെ സ്പിരിറ്റ് അല്ലെ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവിടെ ഒരു മരണം നടന്നേ പറ്റത്തുള്ളൂ. അവന്റെ രക്തം അവിടെ ചീന്തേ പറ്റത്തുള്ളൂ. കാരണം അവൻ വഴിയാണ്, അവന്റെ മരണം വഴിയല്ലാതെ ഒന്നിനെ സൃഷ്ടിക്കപ്പെടുന്നത്. അത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഒരു എന്താ പറയുക ഗോതമ്പിന്റെ മണി അത് വീണ് ചത്തെങ്കിൽ മാത്രമേ അതുപോലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. ഇപ്പൊ ഗോതമ്പ് മണി മരിച്ചു പോകാതെ ചത്ത് വീണ് ചാകാതിരിക്കുവാണെങ്കിൽ അതിൽ നിന്നൊരു ചെടി വരുന്നില്ല. അത് ആ ചെടി വന്നില്ലെങ്കിൽ വേറെ ഗോതമ്പ് മണികൾ ഉണ്ടാകുന്നുമില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന്റെ മരണത്തിൽ കൂടെ മാത്രമേ നമ്മളെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റൂ. നമ്മുടെ ചത്തുപോയ നമ്മുടെ ആത്മാവിന്റെ സ്ഥലത്ത് വേറെ ആത്മാവിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നത്, മനുഷ്യനായിട്ട് തന്നെ മരിച്ചു. ഇന്നും ആ മനുഷ്യന്റെ രൂപത്തിൽ നിലനിൽക്കുന്നു. അതാണ് യേശുക്രിസ്തു ഇന്നും മനുഷ്യരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ. മനുഷ്യന്റെ ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ബോഡിയാണ് ദൈവം യേശുവിന് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്നാലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു മനുഷ്യനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലെ. അതിന്റെ അപ്പുറത്തേക്കൊന്നുമല്ല. ദൈവം നേരത്തെ ആയിരുന്ന പോലെയല്ല, ഇപ്പൊ ഇന്നും മനുഷ്യന്റെ രൂപത്തിലാണ് ഇന്നും നമ്മൾക്ക് വേണ്ടിയുള്ളത്. അപ്പൊ ഞാനെന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിന്റെ ലോകത്തിലേക്കുള്ള വരവ് വളരെയധികം ആവശ്യമായിരുന്നു.
അതല്ലാതെ ഒരിക്കൽ പോലും നമ്മളെ ആരെയും നമ്മൾ പുതിയതായിട്ട് എന്താ പറയണേ സൃഷ്ടിച്ചെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ യേശുവിന്റെ മരണം വളരെയധികം അഭികാംക്ഷമായി നമ്മുടെ സ്പിരിറ്റിന് ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ എന്താ പറയണ ഇതിന് അല്ലെ നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുന്നതിനും വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ് ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അല്ലായിരുന്നെങ്കിൽ ദൈവം വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല. ഒന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ സൃഷ്ടിക്കുന്ന അവന്റെ രക്തം കൊണ്ടാണ്. അവൻ വഴിയാണ് എല്ലാത്തും സൃഷ്ടിക്കുന്നത് അല്ലെ. എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. യേശു ഒരുപാട് സഹിച്ചിരിക്കുന്നു. യേശു ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെ. മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടിയാണ്. നമ്മൾ പാപം ചെയ്തില്ലായിരുന്നു ഈ ഒരു കാര്യത്തിന് ആവശ്യമൊന്നും ഉണ്ടായിരുന്നു. ദൈവത്തിന് ഇത്രമാത്രം സഹിക്കേണ്ടി വരത്തില്ല. പക്ഷെ നമ്മൾ വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ളൊരു ജീവിതം ആയിട്ട് അല്ലെ, നമുക്ക് തോന്നിയ രീതിയിലൊക്കെ ഒരു ജീവിതം ജീവിച്ചിട്ടാണ് ഈ കണ്ട കഷ്ടപ്പാടിന്റെ എല്ലാ ആവശ്യം വന്നത്. അല്ലായിരുന്നെങ്കിൽ ഇനിയെങ്കിലും നമ്മൾക്ക് നേരെ ചൊവ്വേ ജീവിക്കാം അല്ലെ. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഇനിയെങ്കിലും നമുക്ക് എന്താ പറയാ മാന്യമായിട്ടുള്ള ഒരു ജീവിതം, ദൈവത്തിന് താല്പര്യമുള്ള ഒരു രീതിയിലുള്ള ജീവിതം, ദൈവത്തിന് എന്താ പറയാ നമ്മളെ എന്താ പറയാ ദൈവത്തെ കൊണ്ട് ഞാൻ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ സൃഷ്ടിച്ചതെന്നുള്ള തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള എന്താ പറയാ അങ്ങനെയൊന്നും ഒരു തോന്നൽ പോലും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ജീവിതം, പരിശുദ്ധമായ ഒരു ജീവിതം. അവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നമുക്കും പരിശുദ്ധി ഉള്ളൊരു ജീവൻ ജീവിക്കുക. അങ്ങനെയുള്ള ജീവിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. Praise and worship you, mighty Father God. Thank you, Jesus, Master. There is no one like you, mighty Father God. You are wonderful, you are gracious, you are majestic, you are magnificent. There is no one like you, mighty King. Praise and worship you, Master. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ പോലെ ദൈവമില്ല കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും കർത്താവേ ഇന്ന് പിതാവിന്റെ വലഭാഗത്തിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവമാ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വാദിക്കുകയും ചെയ്യുന്ന ദൈവം. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയ്ക്ക് വേണ്ടി കർത്താവ് ഒരു ജീവൻ ജീവിക്കാനുള്ള കൃപ തരുന്ന അപേക്ഷിക്കും. പരിശുദ്ധമായിട്ടുള്ള ജീവൻ ജീവിക്കാനുള്ള കൃപ തരുന്ന അപേക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ടിട്ട് ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ.